അസം ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ കുടുംബം ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിൽ ഒരു വയസ്സായ മുത്തശ്ശി അവരുടെ പേരക്കുട്ടി പേരനോട് ഉണ്ടായിരുന്നു. മുത്തശ്ശി, ഞാൻ മുത്തശ്ശിന്റെ കൂടെ കാട്ടിൽ പോയിട്ട് വിറക് മുറിക്കാൻ പോവുകയാണ്, കേട്ടോ നിങ്ങള്? വേണ്ട മോനെ, ഇപ്പൊ നീ പോകണ്ട. ഇപ്പൊ കാറ്റു ശക്തമായി വീശുന്നു. നല്ല മഴ വരുമെന്നാ തോന്നുന്നേ. എന്താ മുത്തശ്ശി നിങ്ങൾ എങ്ങനെ? ഇന്നും മഴക്കാലം തുടങ്ങിയത് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് മഴ പെയ്യാൻ പോകുന്നത്? മഴ വരും, തീർച്ചയായും മഴ വരും. നിനക്ക് ആകാശത്തെ ഏതെങ്കിലും പക്ഷിയെ കാണാൻ പറ്റുന്നുണ്ടോ മോനെ? ഇല്ല. ഇന്ന് ഏതെങ്കിലും മൃഗങ്ങൾ, അതായത് പട്ടി, പൂച്ച അതുപോലെ ഏതെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. മൃഗങ്ങൾക്കും പക്ഷികൾക്കും പ്രകൃതിയിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നേരത്തെ അറിയാൻ പറ്റും. അവയൊക്കെ സുരക്ഷിതമായ സ്ഥലത്ത് ചെന്നൊളിക്കും, മനസ്സിലായോ? മുത്തശ്ശി അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കാലാവസ്ഥ മാറി മഴ പെയ്യാനും തുടങ്ങി. കുട്ടി ഹിമ മഴ കണ്ടിട്ട് അവൾ കൈ തട്ടാൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. നിനക്കിത് സന്തോഷം. പക്ഷെ ഈ മഴ എത്ര പേർക്ക് കഷ്ടം കൊടുത്തിട്ട് പോകുമെന്ന് ആര് കണ്ടു? അതുപോലെ എന്തിനാ പറയുന്നത് മുത്തശ്ശി? പോയ തവണ ഇതുപോലെ മഴ പെയ്തപ്പോൾ ആസാം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ നിങ്ങളെ പോലെ കൊച്ചുകുട്ടിയായിരുന്നു. മുഴുവൻ സ്ഥലവും മുങ്ങിപ്പോയോ? അതെ, ആ സമയത്ത് ഞങ്ങൾ എല്ലാരും മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴേക്ക് അത്രത്തോളം മരങ്ങൾ പോലുമില്ല. മരങ്ങൾ ഉള്ളത് കൊണ്ട് എന്ത് പറ്റും? മരങ്ങൾ വെള്ളത്തിന്റെ വേഗത തടുത്തു നിർത്തും. അതുകൊണ്ട് ഗ്രാമത്തിനകത്ത് വെള്ളം വരില്ല. പക്ഷെ ആധുനിക പുരോഗതിക്ക് വേണ്ടി നമ്മൾ എല്ലാ മരങ്ങളും വെട്ടിക്കളയുന്നു. എന്തു ചെയ്യാനാ? ഇനി എന്ത് സംഭവിക്കും? നമ്മൾ എല്ലാരും മുങ്ങിപ്പോകുമോ? ഇപ്പോൾ നമ്മൾ എല്ലാരെയും ആ ദൈവത്തെ കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ കാരുണ്യം നമുക്കുണ്ടായാൽ തീർച്ചയായും നമ്മൾ രക്ഷപ്പെടും. മുത്തശ്ശി, തീർച്ചയായിട്ടും വെള്ളം വരുമോ? പ്രകൃതിയുടെ നിയമം അതു തന്നെയാണല്ലോ മോനെ. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ എല്ലാ സാധനങ്ങളും മുകളിൽ നിലവറയിൽ വെക്കാൻ എന്നെ ഒന്ന് സഹായിക്കൂ. ശരി അമ്മുമ്മേ. കുട്ടികൾ മുത്തശ്ശിയെ സഹായിക്കാൻ തുടങ്ങി. അവർ ഓരോരോ സാധനങ്ങളും സാധനത്തിന് മേലെ വെക്കാനും തുടങ്ങി. അതുമാത്രമല്ലാതെ മഴ ഇന്നും വേഗമായിട്ട് പെയ്യാൻ തുടങ്ങി. മുത്തശ്ശിയും കുട്ടികളൊക്കെ വല്ലാതെ വിഷമിക്കാൻ തുടങ്ങി. മുത്തശ്ശി, ഈ മഴ കണ്ടാൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലല്ലോ. പേടിക്കണ്ട മക്കളെ, ദൈവമുണ്ട്. അദ്ദേഹം നമ്മളെ ഒരിക്കലും കൈവിടില്ല. മുത്തശ്ശി ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മഴ ഇന്നും കൂടിയും പിന്നെ ഗ്രാമത്തിൽ മുഴുവനും വെള്ളവും കയറാൻ തുടങ്ങി. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടമായത്! മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് എന്തോ വല്ലാതെ പേടിയാവുന്നുണ്ട്. വെള്ളം വരുമോ എനിക്ക് തോന്നുന്നുണ്ട്. വെള്ളം കയറുമോ? അതെ, ഇത്രയും വേഗമായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയല്ലോ. രാത്രിയും പകലായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളമൊക്കെ ഗ്രാമം മുഴുവനും വരാനും തുടങ്ങി. എല്ലാരും വീട്ടിന്റെ അകത്തും വെള്ളം കയറാൻ തുടങ്ങി. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ, എന്റെ കുഞ്ഞ്! ആ അമ്മയുടെ കൊച്ച് ഒരു കൂടയിൽ ഇങ്ങനെ മെതന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. വെള്ളത്തിൽ ജനങ്ങളൊക്കെ മുങ്ങാനും തുടങ്ങി. കുറച്ചു നേരത്തിൽ തന്നെ വെള്ളമൊക്കെ മുത്തശ്ശിയുടെ വീട്ടിലും കയറാൻ തുടങ്ങി. കുട്ടികളെ, നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തെത്തണം. കരയല്ലേ മോളെ, ഇത് കരയാനുള്ള സമയമല്ല. ഇത് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള സമയമാണ്. മുത്തശ്ശി അമ്മ അവരുടെ ഇടുപ്പളവ് വരെ വെള്ളത്തിൽ അവർ നടന്നു പോകാനും തുടങ്ങി. രണ്ട് കുട്ടികളും വല്ലാതെ പേടിച്ചും പോയി. എന്റെ ദൈവമേ, എന്റെ ജീവൻ വേണമെങ്കിലും എടുത്തോ. എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുതേ. മുത്തശ്ശിയമ്മ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കണ്ടത് ഒരു കൂടയിൽ ഒരു കുട്ടി ഇങ്ങനെ മെതന്ന് വരുന്നത് കണ്ടിരുന്നു. അയ്യോ ദൈവമേ! മുത്തശ്ശിയമ്മ വളരെ എളുപ്പത്തോടെ കൊച്ചിനെ കയ്യിലെടുത്ത് അവർ കൊണ്ടുപോയി. പിന്നെ അവരുടെ പേരക്കുട്ടികളോടും ചേർത്ത് അവർ മുന്നോട്ട് പോവായിരുന്നു. വെള്ളം മാത്രം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്! മുത്തശ്ശിയമ്മ ആ കൊച്ചിനെ അവരമ്മന്റെ അടുത്ത് തന്നെ കൊടുത്തു. ശരി, തയ്യാറാകും മോളെ. പെട്ടെന്ന് ഇവിടെ നിന്ന് നമുക്ക് പോകാം.
ആ അമ്മ തന്റെ കൊച്ചിനെ കയ്യിലും എടുത്തിട്ട് പിന്നെ ഇവരൊക്കെ ചേർന്ന് നടക്കാനും തുടങ്ങി. പിന്നെ ഇവരുള്ളിൽ എല്ലാരും ചേർന്ന് നടക്കാനും തുടങ്ങി. എല്ലാരും ഒരുത്തരുടെ ഒരുത്തർ കൈ പിടിച്ചായിരുന്നു നടന്നുപോയിക്കൊണ്ടിരുന്നത്. അതെ, ഇതുപോലെ എല്ലാരും മുൻപിലോട്ട് നടന്നു പോകൂ. നമ്മൾ എല്ലാരും മാറി മാറി സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു നല്ല സ്ഥലത്ത് ചെന്നെത്താം നമുക്ക്. ജനങ്ങളും ശരി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ ലൈൻ ഒരു വലുതാവാനും തുടങ്ങി. 2 നിന്ന് 4 പേര്, 4 നിന്ന് 8 പേര് എന്ന് ലൈൻ തുടങ്ങി. അവരെല്ലാരും മുന്നോട്ട് നടന്നു പോവുമായിരുന്നു. കുറച്ചു മുന്നോട്ട് അവർ പോയതിനു ശേഷം അവർ കണ്ടത് ഒരു റെസ്ക്യൂ ബോട്ട് വരുന്നത് കണ്ടു. ആ റെസ്ക്യൂ ബോട്ട് വന്നത് അവരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. മുത്തശ്ശിയമ്മ ആദ്യം അവരുടെ പേരക്കുട്ടികളൊക്കെ ബോട്ടിൽ കയറ്റി വിട്ടു. പിന്നെ കയ്യിൽ കൊച്ചു വെച്ചിരുന്ന ആ അമ്മേനെയും കയറ്റി വിട്ടു. പിന്നെ ബാക്കിയുള്ളവരെല്ലാരും മാറ്റി മാറ്റി കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഞാനും പോണം. റെസ്ക്യൂ ആൾക്കാര് ഓരോരാളായിട്ട് അവർ പിടിച്ച് കയറ്റി വെച്ചു. പിന്നെ ബോട്ടും നിറഞ്ഞു പോയിരുന്നു. ബോട്ടിൽ തീരെ സ്ഥലവും ഇല്ലായിരുന്നു. മുത്തശ്ശി, പാവം മുത്തശ്ശി മാത്രം ബാക്കിയുണ്ടായിരുന്നു. റെസ്ക്യൂ വർക്കേഴ്സ് മുത്തശ്ശിയെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു. സർ, നിങ്ങൾ ഭയങ്കര ചെറുപ്പം തന്നെയല്ലേ, നിങ്ങൾ കൊണ്ട് ഒന്ന് താഴെ ഇറങ്ങാൻ പറ്റുമോ? ഞങ്ങൾ ആദ്യം മുത്തശ്ശിയെ രക്ഷിച്ചിട്ട് വരട്ടെ. അവരെ വിട്ടതിനു ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാൻ വരാം. എന്നെ കൊണ്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. കുഴപ്പമില്ല മോനെ, നീ ഇവരെ എല്ലാരെയും കൊണ്ടുപോയി നല്ല സുരക്ഷിതമായ സ്ഥലത്ത് വിട്ടിട്ട് തിരിച്ചു വാ. പക്ഷെ അമ്മേ, നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, എനിക്കൊരു കുഴപ്പവുമില്ല. റെസ്ക്യൂ ബോട്ടേഴ്സിന് മുത്തശ്ശിയെ വിട്ടിട്ട് പോവാൻ മനസ്സേ വരുന്നില്ലായിരുന്നു. പക്ഷേ അവരെടുത്ത് വേറെ ഒരു വഴിയുമില്ലായിരുന്നു. അവർ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടു. മുത്തശ്ശി അമ്മയുടെ മുഖത്തിൽ ഒരു ചിരിയും ഉണ്ടായിരുന്നു. മുത്തശ്ശി അമ്മ ഒറ്റയ്ക്ക് തന്നെ അവർ നടക്കാനും തുടങ്ങി. മഴ ഇന്നും ശക്തമായിട്ട് പെയ്യാനും തുടങ്ങി. അതിന്റെ വെള്ളവും കൂടാനും തുടങ്ങിയിരുന്നു. ഇപ്പോ വെള്ളത്തിന്റെ അളവ് മുത്തശ്ശിയുടെ കഴുത്ത് വരെ വന്നു. ദൈവമേ, ഞാൻ പറഞ്ഞത് നിന്റെ കാതിൽ കേട്ടിരിക്കുന്നു. നീ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. എനിക്ക് ഇത് മതി ദൈവമേ, ഇത് മാത്രം മതി. വെള്ളം മാത്രം ഇനി ശക്തമായിട്ട് കൂടാൻ തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ മുത്തശ്ശിയുടെ മുഖം തന്നെ മറയ്ക്കുന്ന അളവിന് വെള്ളം കൂടി. പിന്നെ കുറച്ചു നേരം കൊണ്ട് തന്നെ മുത്തശ്ശിയമ്മ മുഴുങ്ങിയും പോയി. ആ റെസ്ക്യൂ ബോട്ടേഴ്സ് ഒക്കെ മുത്തശ്ശിയെ രക്ഷിക്കാൻ വേണ്ടി വന്നു. അമ്മേ! മുത്തശ്ശിയമ്മയുടെ ശബ്ദം എവിടെയും വന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മുത്തശ്ശിയമ്മ മുഴുങ്ങി. ഇല്ല, അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇത്രയും വെള്ളത്തിൽ ഞാൻ അവരെ എവിടെയെ തപ്പി കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ കണ്ടുപിടിച്ചോളാം. എന്റെ അരയിൽ ഒരു കയർ കെട്ടിത്തരൂ. റെസ്ക്യൂ ബോട്ടർ തന്റെ ഇടുപ്പിൽ അവൻ കയറും കെട്ടിവിട്ടിട്ട് അദ്ദേഹം വെള്ളത്തിൽ ചാടി. ആ വെള്ളത്തിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം മുത്തശ്ശിയെയും കണ്ടുപിടിച്ചു. അവർ മയങ്ങിയിരുന്ന മുത്തശ്ശിനെയും കൊണ്ടുവന്നു. പിന്നെ അവരെ ബോട്ടിലും കയറ്റി വിട്ടു. പിന്നെ 2 റെസ്ക്യൂസും ചേർന്നിട്ട് മുത്തശ്ശി അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവരുടെ വായിൽ നിന്ന് വെള്ളം വന്നു. പിന്നെ അവർ കണ്ണും തുറന്നു. എന്റെ ദൈവമേ, ഞാൻ വല്ലാതെ പേടിച്ചു പോയി മുത്തശ്ശി. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ? ദൈവമുണ്ടല്ലോ, അദ്ദേഹം എന്നെ രക്ഷിച്ചിരിക്കാണ് മോനെ. റെസ്ക്യൂ വർക്കേഴ്സ് ഒക്കെ മുത്തശ്ശിയെ ഒരു ഭദ്രമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പേരക്കുട്ടികളൊക്കെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയാനും തുടങ്ങി. ഈ മുത്തശ്ശിയാണ് നിങ്ങളെ എല്ലാവരും ജീവനും രക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളൊക്കെ ഈ അമ്മ ചത്തുപോട്ടെന്നല്ല വിചാരിച്ചത്. നിങ്ങൾ എല്ലാവരും സ്വാർത്ഥതയുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ 2 മിനിറ്റ് ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി അമ്മ മരിച്ചു പോയേനെ. പക്ഷെ ഇതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ്. റെസ്ക്യൂ വർക്കേഴ്സ് പറയുന്നൊക്കെ കേട്ടിട്ട് ജനങ്ങളൊക്കെ വല്ലാതെ നാണിച്ചു. അദ്ദേഹം പറഞ്ഞതും സത്യമാണ്. അത്രയും കഷ്ടമുള്ള കാര്യത്തിൽ മുത്തശ്ശിയാണ് എല്ലാരും രക്ഷിച്ചത്. പക്ഷേ ജനങ്ങൾക്ക് അവരുടെ അവസരം വരുമ്പോൾ അവരൊക്കെ സ്വാർത്ഥതയായിരുന്നു. എല്ലാരും അവരെ പറ്റി മാത്രമാണ് ആലോചിച്ചത്. ആരും മുത്തശ്ശിയെ ആലോചിച്ചില്ലായിരുന്നു. നല്ലത് എന്താണെങ്കിൽ ആ ദൈവമുള്ളത് കൊണ്ടാണ് ഈ മുത്തശ്ശി രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ പാവം ആ 2 ചെറിയ കുട്ടികൾ അനാഥയായേനെ. അസാമിൽ ഈ വെള്ളം വന്നതുകൊണ്ട് കുറെ കുട്ടികൾ അനാഥയായി പോയി. വീടുകളൊക്കെ മുഴുവനും വെള്ളമായിരുന്നു. എല്ലാരും കഷ്ടപ്പെടുകയായിരുന്നു. നല്ല കാര്യങ്ങൾ വേഗം തന്നെ നടക്കുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാരും എത്രയും പെട്ടെന്ന് അവരവരുടെ വീട്ടിലേക്ക് പോകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.